ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് എത്താത്തതിന്റെ ഏറ്റവും വലിയ റീസൺ നിങ്ങളുടെ ലൈഫ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് എത്താത്തതിന്റെ ഏറ്റവും വലിയ റീസൺ എന്താണെന്ന് അറിയോ? നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് സമയം കിട്ടുന്നുണ്ട്, എന്തിനുള്ള സമയമാണെന്ന് അറിയോ? ഡിസ്ട്രാക്റ്റഡ് തിങ്കിങ്ങിനുള്ള സമയമാണ് ബ്രോ നിങ്ങൾക്ക് കിട്ടുന്നത്. തിങ്കിങ് എന്നുള്ളത് പല രീതിയിലുണ്ട്. ഡിസ്ട്രാക്റ്റഡ് തിങ്കിങ്, ഈ ഡിസ്ട്രാക്റ്റഡ് തിങ്കിങ്ങിൽ നിന്ന് നമ്മളുടെ ലൈഫില് ഒരിക്കലും ഒരു ബൂമായിട്ടുള്ള ഐഡിയ എന്നുള്ളതോ ഒരു സൊല്യൂഷൻ എന്നുള്ളതോ നമുക്ക് കിട്ടുന്നുണ്ടാവില്ല. ഇതെല്ലാം നമുക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ് എന്നറിയോ? ഡീപ് തിങ്കിങ്. നിങ്ങൾ പറയുന്നില്ലേ ഞാൻ തിങ്ക് ചെയ്യുന്നുണ്ട് ബ്രോ, പക്ഷേ നിങ്ങളിൽ പല ആളുകളും ശ്രദ്ധിച്ച്, നിങ്ങളിൽ പല ആളുകളും ചെയ്യുന്നത് ഡീപ് തിങ്കിങ് അല്ല ബ്രോ, ഡിസ്ട്രാക്റ്റഡ് തിങ്കിങ് ആണ്. വർക്ക് അമ്മയുടെ അടുത്ത് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഫോണിൽ സംസാരിക്കുന്നു, അതിന്റെ കൂട്ടത്തിൽ തിങ്ക് ചെയ്യുന്നു. വണ്ടിയിൽ പോകുമ്പോ അവിടെ തിങ്ക് ചെയ്യുന്നു. അതാണ് നിങ്ങളുടെ തിങ്കിങ് ആയിട്ട് നിങ്ങൾ കാണുന്നത്. എങ്ങനെയാണ് വർക്കിന് വേണ്ടിയിട്ട് ടൈം മാറ്റി വെക്കുന്നത്, എങ്ങനെയാണോ റിലേഷൻഷിപ്പിന് വേണ്ടി ടൈം മാറ്റി വെക്കുന്നത്, അതേപോലെ തിങ്കിങ്ങിന് വേണ്ടിയിട്ടും സമയം മാറ്റി വെച്ചിരിക്കണം. ദിവസത്തില് ഒരു 3/4 മണിക്കൂറെങ്കിലും തിങ്കിങ് എന്നുള്ള കാര്യത്തിന് വേണ്ടി മാറ്റി വെക്കണം. അല്ല എന്നുണ്ടെങ്കിൽ എന്താവും അറിയോ? ഇപ്പൊ ദുബായിലൊക്കെ റോഡുകളില് ഹൈവേയിലൊക്കെ കയറി കഴിഞ്ഞാലേ നമ്മൾ ഒരു റോഡ് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ ഒരു 60 കിലോമീറ്റർ ഒക്കെ പോയിട്ടായിരിക്കും തിരിച്ചു വരാൻ പറ്റിണ്ടാവുക അല്ലെ? അതേപോലെയാവും. നിങ്ങൾ എത്ര ദൂരം ഇതിൽ കീപ്പ് ചെയ്യുന്നോ നിങ്ങളുടെ തിരിച്ചു വരവ് എന്നുള്ളത് അത്രയും ബുദ്ധിമുട്ടാവും. അപ്പൊ നമ്മൾ തിങ്ക് ചെയ്തിട്ടാണ്, തിങ്ക് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ലൈഫില് ഒരു റെഗുലർ ഹാബിറ്റ് ആക്കി നമ്മൾ കൊണ്ടുപോകുന്നുണ്ടെങ്കിലോ, തിങ്ക് ചെയ്യുന്നത് ഒരു റെഗുലർ ഹാബിറ്റ് ആക്കി നമ്മൾ കൊണ്ടുപോകുന്നുണ്ടെങ്കിലോ, ഓരോ 2 കിലോമീറ്റർ കഴിയുമ്പോഴും ഞാനിത് ശരിയാണോ, ശരിയായ ഡയറക്ഷനിലാണോ, ഇനി എവിടെയാണ് വളവ് വരാൻ സാധ്യതയുള്ളത് എന്നുള്ളത് നമ്മളെ ചെക്ക് ചെയ്തിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. അങ്ങനെ ആവുമ്പോ എന്താവില്ല, കറക്ഷൻസ്, തെറ്റുകൾ തിരുത്തുക എന്നുള്ള ഒരു കാര്യം നമ്മളുടെ ലൈഫിൽ അധികം വരുന്നുണ്ടാവില്ല. ചില ആളുകളെയൊക്കെ കണ്ടിട്ടില്ല ബ്രോ, അതായത് എപ്പോഴൊക്കെയോ ഉണ്ടാക്കി വെച്ച മിസ്റ്റേക്കുകളിൽ നിന്ന് കോടികൾ കടം വന്നിട്ടുണ്ടാവും. കഴിഞ്ഞ 5-6 വർഷമായിട്ട് അവർ അധ്വാനിക്കുന്നത് ആ ഉണ്ടാക്കി വെച്ച കോടികളുടെ കടം മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കും. അതെന്താ? അവരെടുത്ത ഒരു മൈക്രോ ഡിസിഷൻ ആയിരിക്കും അവരെ അത്ര കോടി കടത്തിൽ കൊണ്ടുപോയി എത്തിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് ബ്രോ പറയുന്നത്, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലും ഇല്ല എന്നുണ്ടെങ്കിലും നമ്മൾ പ്രോപ്പർ ആയിട്ട് തിങ്ക് ചെയ്യാനുള്ള ഒരു ടൈം എന്നുള്ളത് എടുത്തിരിക്കണം, നിർബന്ധമാണ്. എന്താണ് തിങ്ക് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ സെക്കൻഡറി ആയിട്ട് പഠിപ്പിച്ചു തരാം. തിങ്ക് ചെയ്യാനുള്ള സമയം എന്നുള്ളത് എടുത്തിരിക്കണം. ഈ തിങ്കിങ് ടൈം എന്നുള്ളത് എടുക്കാത്ത ഒരു വ്യക്തിയുടെ റിലേഷൻഷിപ്പ് ആണെങ്കിലും കരിയർ ആണ് എന്നുണ്ടെങ്കിലും ബാക്കിയുള്ള ഏരിയാസ് ആണെങ്കിലും ഡൗണിലേക്കായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക. ഈ തിങ്കിങ് ടൈം എന്നുള്ള രീതിയിൽ പറയുമ്പോൾ തന്നെ 2 തരത്തിലുള്ള തിങ്കിങ് ഉണ്ട് ബ്രോ. അതാണ് ഞാൻ പറയുന്നത്. ഡിസ്ട്രാക്റ്റഡ് തിങ്കിങ്ങും മറ്റൊന്ന് ഡീപ്പായിട്ടുള്ള തിങ്കിങ്ങും. ഡിസ്ട്രാക്റ്റഡ് തിങ്കിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പൊ ഈ ലൈവ് സെഷൻ കാണുന്നു, ഈ ലൈവ് സെഷൻ കാണുമ്പോൾ തന്നെ ഫോണിൽ ഒരു കാര്യം മിനിമൈസ് ചെയ്ത് വെച്ചിട്ട് വാട്സപ്പിൽ റിപ്ലൈ കൊടുക്കുന്നു. അവിടുന്ന് നിങ്ങളെ അമ്മ വിളിക്കുന്നു, അമ്മയോട് എന്തെങ്കിലും സംസാരിക്കുന്നു. ഇവിടെ നിങ്ങളെ ലാപ്ടോപ്പിൽ വേറെന്തോ ഒരു കാര്യം കൂടി നോക്കുന്നു. അങ്ങനെ ആവുന്ന സമയത്ത് നിങ്ങളുടെ തലയ്ക്കകത്ത് ഞാൻ ഈ പറയുന്നതിന്റെ 100% പോണം എന്നുള്ളതില്ല. ഡിസ്ട്രാക്റ്റഡ് തിങ്കിങ് എന്ന് വെച്ചാൽ എന്താ? നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ എന്താണ് ചെയ്യേണ്ടത്, എന്റെ ലൈഫിൽ എന്തുകൊണ്ടോ ഡിസിപ്ലിൻ ഉണ്ടാവുന്നില്ല, അത് എന്തുകൊണ്ടാണ് എന്നുള്ള രീതിയിൽ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ആലോചിച്ചിട്ട് നിങ്ങൾക്ക് പിടികിട്ടാത്തതിന്റെ കാരണം എന്താണെന്നറിയോ? നിങ്ങൾ ഇത്രയും കൊല്ലം തിങ്ക് ചെയ്തത് ഈ ഡിസ്ട്രാക്റ്റഡ് തിങ്കിങ് ആണ്. ഞാൻ എങ്ങനെയാണ് തിങ്ക് ചെയ്യുക എന്നുള്ളത് അറിയോ ബ്രോ? വണ്ടിയിൽ പോകുന്ന സമയത്ത് എനിക്ക് വരുന്നത് എല്ലാം അഡീഷണൽ ആണ്. ഞാൻ എൻ്റെ ലൈഫിൽ എങ്ങനെയാണ് തിങ്ക് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ സ്പേസിൽ നിന്നൊക്കെ മാറിയിട്ട് വീക്ക്ലി 1, 2, 3 ദിവസങ്ങൾ പലപ്പോഴും
ഞാൻ മറ്റൊരു സ്പേസിൽ പോയിട്ട് നിൽക്കും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഞാൻ ഇങ്ങനെ മൊബൈല് കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നുണ്ടാവില്ല. കാരണം ഞാൻ എൻ്റെ റിലേഷൻഷിപ്പിലെ ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് ഞാനിപ്പോ ചിന്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ സമയത്ത് പെട്ടെന്ന് എൻ്റെ കമ്പനിക്കകത്തെ സെയിൽസിന്റെ ഒരു ഇഷ്യൂ പറഞ്ഞിട്ട് നമ്മളുടെ ടീമിലുള്ള ഒരാള് എന്നെ കോണ്ടാക്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എന്റെ ബ്രെയിനിന്റെ ഇപ്പൊ ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്റെ ഈ റിലേഷൻഷിപ്പിന്റെ പോർഷൻ ആയിരിക്കും. ആ പോർഷൻ എന്നുള്ളത് പതിയെ 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 ആയിരിക്കും ഞാൻ ഓപ്പൺ ചെയ്യുന്നുണ്ടാവുക. അപ്പോഴായിരിക്കും ഇവിടെ സെയിൽസിന്റെ ഒരു കംപ്ലൈന്റും പറഞ്ഞിട്ട് നമ്മളുടെ ടീമിൽ നിന്ന് ഒരാൾ കണക്ട് ചെയ്യുന്നുണ്ടാവുന്നത്. അപ്പൊ എന്താവും, എന്റെ ഇത് എന്നുള്ളത് അടയും, വീണ്ടും ഇത് തുറക്കും. എന്നിട്ട് ഞാൻ ഇതില് ഇതാക്കാനായിട്ട് നോക്കുന്ന സമയത്ത് അപ്പോഴേക്കും അടുത്ത ഒരു കാര്യം വരും, ഞാൻ അതിലേക്ക് പോകും. ഇതിനെയാണ് ഡിസ്ട്രാക്റ്റഡ് തിങ്കിങ് എന്ന് പറയാ. നിങ്ങൾക്ക് ഒരു നല്ല ഒരു ബിസിനസ് ഐഡിയയില് പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യണോ? ഇന്നത്തെ കാലത്ത് നമുക്ക് കിട്ടാത്ത ഇൻഫോർമേഷൻ ഉണ്ടോ? ഇന്നത്തെ കാലത്ത് അത്രയും ടാലന്റഡ് ആയിട്ടുള്ള ഒരുപാട് പയ്യന്മാര് ഈ ലോകത്തുണ്ട് അല്ലെ? ഇനി നിങ്ങൾക്ക് ഇൻഫോർമേഷൻ വെച്ചിട്ടോ ടാലന്റ് വെച്ചിട്ടോ ആളുകളെ ബീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരും. സിറ്റുവേഷൻ ആണ് ഇപ്പൊ ഉള്ളത്. ജസ്റ്റ് ഇൻഫോർമേഷൻ വെച്ചിട്ടോ ടാലന്റ് വെച്ചിട്ടോ നമ്മളെ ബീറ്റ് ചെയ്യാൻ പറ്റില്ല. ടാലന്റ് ഉള്ള പല ആളുകളും ഡൗണിൽ തന്നെ കിടക്കും, പല അറിവുള്ള ആളുകളും ഡൗണിൽ തന്നെ കിടക്കും. ഇനി അടുത്ത കോമ്പറ്റീഷൻ എന്താണെന്ന് അറിയോ വരാൻ പോകുന്നത്? ഡിസിപ്ലിന്റെ കാര്യത്തിലാണ്. ടാലന്റ് ഉള്ള പല ഇൻഫോർമേഷനും അറിവുള്ള പല വ്യക്തികളും അത്രയും ഡൗണിൽ തന്നെ കിടക്കുമ്പോ ഈ ഫോക്കസ് ആൻഡ് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കും അവിടെ മുന്തി നിൽക്കുന്നുണ്ടാവുക. അപ്പോ ഈ ഫോക്കസ് ആൻഡ് ഡിസിപ്ലിനെ ഒരു അഡീഷണൽ ആയിട്ടുള്ള കാര്യം എന്നുള്ള രീതിയിൽ കാണരുത്. നിങ്ങൾ പറയുന്നില്ലേ എനിക്ക് പുതിയ സ്കില്ല് പഠിക്കണം എന്നൊക്കെ നിങ്ങൾ എന്നോട് പറഞ്ഞായിരുന്നില്ലേ? പുതിയ സ്കില്ല് പഠിക്കണം, ബിസിനസ്സിൽ ഡെവലപ്പ് ചെയ്യണം, പുതിയ പല കാര്യങ്ങളും ചെയ്യണം എന്നൊക്കെ. ഇതിന്റെ കോർ എന്താന്ന് നോക്കിക്കേ, ഫോക്കസ് ആൻഡ് ഡിസിപ്ലിൻ. ഈ കാര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്ത് സ്കില്ലും പഠിക്കാം, എന്ത് ലാംഗ്വേജും പഠിക്കാം, ബിസിനസ്സിൽ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുക്കാം. അപ്പോ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഫോക്കസ് ആൻഡ് ഡിസിപ്ലിൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെക്കാളും ടാലന്റഡ് ആയിട്ടുള്ള ആളുകളെ പോലും നമുക്ക് ബീറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഞാൻ ഭയങ്കര മോട്ടിവേഷണൽ സ്പീക്കർ ആയതുകൊണ്ടോ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചത് കൊണ്ടോ അല്ല ഞാൻ ഇവിടെ നിന്നിട്ട് ഇങ്ങനെയുള്ള സെഷൻസ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഇത്രയും ആളുകൾ നമ്മളുടെ വീഡിയോസ് കാണുന്നതും ഇത്രയും ആളുകൾ നമ്മളുടെ പ്രോഗ്രാമിലേക്ക് വരുന്നതും ഞാൻ ഭയങ്കര മോട്ടിവേഷൻ സ്പീക്കർ ആയതുകൊണ്ടല്ല. എന്നെക്കാളും അടിപൊളിയായിട്ട് മോട്ടിവേഷൻസ് കാര്യങ്ങളൊക്കെ പ്രസന്റ് ചെയ്യുന്ന പല ആളുകളും പല സൈക്കോളജിസ്റ്റുമാരും ഉള്ള കാര്യം തന്നെ നിങ്ങളിൽ പലർക്കും അറിയില്ല എന്നുള്ളതാണ്. അപ്പോ നമ്മളെക്കാളും അടിപൊളിയായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും ചെയ്യുന്ന ആളുകൾ തന്നെ അവിടെ ഉണ്ടാവുമ്പോ നമ്മൾ ഈ രീതിയിൽ നിൽക്കാനുള്ള കാരണം എന്നുള്ളത് നമ്മളുടെ ഡിസിപ്ലിൻ ആണ്, നമ്മളുടെ ഫോക്കസ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഫോക്കസ് എന്നുള്ളത് ഡിസിപ്ലിൻ എന്നുള്ളതും ഇത് ബിൽഡ് ചെയ്യാനായിട്ട് നമ്മൾ ഓരോന്നായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോവാട്ടോ. അതായത് ഇത് ബിൽഡ് ചെയ്യാനായിട്ട് ഒരു കോൺഷ്യസ് എഫേർട്ട് എന്നുള്ളത് ഇട്ടേക്കുക. ഹായ് ബ്രോ, ഇപ്പൊ നിങ്ങൾ കണ്ട ഈ ഒരു വീഡിയോ എന്നുള്ളത് നമ്മളുടെ നോഫാബ് കമ്മ്യൂണിറ്റിക്കകത്ത് ഞാൻ റെഗുലർ ആയിട്ട് നൽകി വരുന്ന ട്രെയിനിങ്ങിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ഇതുപോലത്തെ ഇൻഡെപ്ത് സെഷൻസ് നമ്മളുടെ നോഫാബ് കമ്മ്യൂണിറ്റിക്കകത്ത് ഞാൻ റെഗുലർ ആയിട്ട് തന്നെ നൽകി വരുന്നുണ്ട്. നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് തന്നെ പരിശ്രമിച്ചിട്ടും ഈ ഒരു ചലഞ്ചിൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാനായിട്ട് പറ്റുന്നില്ല, നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് ഫോക്കസ് റീബിൽഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. ഒരു ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളത് എനിക്ക് സീരിയസ് ആയിട്ട് വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോക്കസ്, കൺസിസ്റ്റൻസി, ഡിസിപ്ലിൻ എന്നുള്ള കാര്യങ്ങളെ റീബിൽഡ് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ അത്രയും സീരിയസ് ആണെങ്കിൽ മാത്രം ഡിസ്ക്രിപ്ഷനിലും പിൻ കമന്റിലും ആയിട്ട് നമ്മളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് നൽകുന്നുണ്ട്, നമുക്ക് മെസ്സേജ് ചെയ്തേക്കുക.